ഇന്ന് ഞാൻ നിൽക്കുന്നത് ഇടുക്കി ജില്ലയിലെ ശാന്തമ്പാറ പഞ്ചായത്തിലുള്ള മുള്ളന്തണ്ട് മലകളിലാണ്. അപ്പോൾ ഈ മലയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഫ് റോഡാണ് കംപ്ലീറ്റ് മലയുടെ മുകളിലേക്ക് വരാൻ. പഞ്ചായത്ത് കോൺക്രീറ്റ് റോഡ് ഇട്ട് തന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അത് പൊളിഞ്ഞു കിടക്കുകയാണ്. എന്നായിരുന്നാൽ തന്നെ നിങ്ങൾ ഇവിടെ വന്ന് ആസ്വദിക്കുക. കാരണം ഈ മുള്ളന്തണ്ട് മലകളിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത്ര മനോഹരമായിട്ടുള്ള പശ്ചിമ നിരകളും അതോടൊപ്പം തന്നെ നമ്മുടെ ചൊക്രമുടിയൊക്കെയുടെ ഭാഗങ്ങളും പിന്നെ കുരുള സിറ്റി, രാജകുമാരി ഇങ്ങനെയുള്ള പ്രദേശങ്ങളിലെ ഒരു ചെറിയ ഒരു ജംഗ്ഷൻ കാര്യങ്ങളൊക്കെ മലയുടെ ടോപ്പിൽ നിന്നും കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ നല്ല ഇളം കാറ്റ് നമ്മളെ ഇങ്ങനെ തഴുകി പോകും. അതൊക്കെ നല്ലൊരു എക്സ്പീരിയൻസാണ്. എത്ര ചൂടത്ത് വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ചൂട് അറിയില്ല. അതുപോലെയാണ് ഇന്നിപ്പോൾ ഞാനിവിടെ നിൽക്കുന്നത്. നല്ല ക്ലൗഡി ഒരു സിറ്റുവേഷനിൽ തന്നെയാണ്. കാരണം തമിഴ്നാട് മഴ പെയ്യുന്നതിൻ്റെയൊക്കെ ഒരു ഷെയ്ഡ്, കാരണം തൊട്ടടുത്ത് തന്നെയാണല്ലോ തമിഴ്നാട്, അതിൻ്റെ ബോർഡറാണ്. അപ്പോൾ കൃത്യമായിട്ട് ഇങ്ങോട്ട് വരേണ്ട ഒരു ലൊക്കേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മൂന്നാർ വന്നതിന് ശേഷം തേക്കടി പോണ റൂട്ട്, അതായത് മൂന്നാർ തേക്കടി റോഡ്, അല്ലെങ്കിൽ തേക്കടിയിൽ നിന്നും മൂന്നാറിലേക്ക് വരുന്ന സമയത്താണെങ്കിലും ഇടത്താവളം പൂപ്പാറ ഇറങ്ങുക. പൂപ്പാറയിൽ നിന്നും വെറും 2 കിലോമീറ്റർ മിച്ചമുള്ളൂ. കാരണം 3 കിലോമീറ്റർ തികച്ച് വരത്തില്ല, കാരണം 2 കിലോമീറ്റർ എന്ന് പറയാം. അപ്പോൾ ഇങ്ങോട്ട് വരേണ്ടതെന്ന് വെച്ചാൽ ഗൂഗിൾ മാപ്പിലും ലൊക്കേഷനുണ്ട്. ലൊക്കേഷൻ അതും കൂടാതെ നിങ്ങൾക്ക് ഏറ്റവും സേഫ് എന്ന് പറഞ്ഞാൽ പൂപ്പാറ വന്നിറങ്ങിയ ശേഷം നിങ്ങൾക്കൊരു ചായ കുടിച്ചോ അല്ലെങ്കിൽ ഫുഡ് കഴിച്ചതിന് ശേഷം അവിടെ ഒരു ലോക്കൽ ഗാർഡിയൻസിനോടൊക്കെ അവിടെയുള്ള ആളുകളോട് ചോദിച്ച് കൃത്യമായ റൂട്ട് മനസ്സിലാക്കി ഇങ്ങോട്ട് വരുന്നതാണ് ഏറ്റവും നല്ലതായിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 റൂട്ടുണ്ട്. ഒന്ന് മുരുക്കത്തൊട്ടി വഴി വരാം, 2 നമുക്ക് പൂപ്പാറയിൽ നിന്നും വരാം. ഏതാണ് ബെറ്റർ എന്നൊക്കെ അവരോട് ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ഇങ്ങോട്ട് വരിക. പിന്നെ രണ്ടാമത്തെ കാര്യമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് ജീപ്പ്, 4 വീലർ ജീപ്പായി കയറി വരത്തുള്ളൂ. അതോടൊപ്പം തന്നെ നല്ല ബാലൻസ് ഉണ്ടെങ്കിൽ മാത്രം ബൈക്ക് അതുപോലെ സ്കൂട്ടിയൊക്കെ ടോപ്പിൽ ചെല്ലും. ഈ തൊട്ടടുത്ത ദിവസങ്ങളിൽ ഇവിടെ ഒരു പജീറോ ആക്സിഡൻ്റ് ആയി എന്നാണ് ഇപ്പോൾ ഇതിൽ പോയൊരു ചേട്ടൻ പറഞ്ഞത്. അവിടെ തോട്ടമുള്ളതാണ് ആ ചേട്ടൻ തന്നെ അവിടെ ടെൻറ്റ് കാര്യങ്ങൾ ഓഫർ ചെയ്തിരുന്നതാണ്. 1500 രൂപയ്ക്ക് അവിടെ സ്റ്റേ ചെയ്യാനുള്ള ഫുഡ് അക്കോമഡേഷനും വണ്ടി ഉൾപ്പെടെ എല്ലാം ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ തൽക്കാലത്തേക്ക് അവരും നിർത്തിയിരിക്കുന്നതാണ് പറഞ്ഞത്. പക്ഷേ ഇങ്ങനെ ആ ഒരു ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ പൂപ്പാറ ഇറങ്ങിയിട്ടോ ഇവിടെ ലോക്കലിൽ വന്നതിന് ശേഷം അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ളൊരു ഫെസിലിറ്റി ഇവിടെ കിട്ടും. അപ്പോൾ വളരെ സൂക്ഷിച്ച് വേണം ഇങ്ങോട്ട് വരിക. ബസ് അതുപോലെയുള്ള കാർ ഇതൊന്നും ടോപ്പിലേക്ക് വരില്ല. കാരണം താഴെ നിന്ന് നടന്ന് തന്നെ കയറി വരണം. ഏകദേശം ഒരു 1 കിലോമീറ്ററോളം നടന്ന് വേണം ടോപ്പിലെത്തണമെങ്കിൽ. അപ്പോൾ ഞാൻ ഏകദേശം എൻ്റെ സ്കൂട്ടിയാണുള്ളത്. ഞാനത് പകുതിയിലധികം കയറ്റിക്കൊണ്ട് വന്നു. മേളിലോട്ട് ഇച്ചിരി ഞാൻ പോകുന്നില്ല, കാരണം ഇപ്പം നല്ല നനവുണ്ട് മഴ പെയ്തതിന് ശേഷം. അപ്പോൾ എനിക്കും ഒരു പേടി, കാരണം അങ്ങോട്ട് കയറി ചെല്ലുക. അപ്പോൾ നമുക്ക് ഇനി അധികം കാര്യങ്ങളും ഏകദേശം ഒരു ബേസിക് കാര്യങ്ങൾ ഇതിനെപ്പറ്റി ഐഡിയ ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലിട്ടാൽ മതി, കൃത്യമായിട്ട് ആൻസർ തരാം. അപ്പോൾ നമുക്ക് മലകളിലേക്ക് കയറി പോകാം. അവിടെ എന്താണ് ഇപ്പോൾ നല്ല മൂടലുള്ളതുകൊണ്ട് എത്രമാത്രം നമുക്ക് ദൃശ്യം ഭംഗി ആസ്വദിക്കാൻ പറ്റുമെന്ന് അറിയില്ല. കാരണം കണ്ടോ, ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ തന്നെ നല്ല ഇരുട്ടാണ് വരുന്നത്. നമുക്ക് നോക്കാം, എന്തായാലും നമുക്ക് മലകളിലേക്ക് കയറി പോകാം. ഇതാണ് ഇങ്ങോട്ട് കയറി വരുന്ന ആ വഴിയുടെ ഒരു അവസ്ഥ. ഇവിടെയൊക്കെ കുഴപ്പമില്ല, കുറച്ച് താഴത്തേക്ക് വരുമ്പം അതെല്ലാം പൊളിഞ്ഞ് കിടക്കുകയാണ്. ഞാൻ എൻ്റെ വണ്ടി ഇവിടെ ഈ സൈഡിൽ ഒതുക്കി. ഇനി മുമ്പോട്ടുള്ള വഴി നിങ്ങളെ കാണിച്ചു തരാം, എത്രത്തോളം ദുഷ്കരമായിരിക്കും ഇതിൽ പോകുന്നതെന്നുള്ളത്. ഇപ്പോൾ ടോപ്പ് വരെ വണ്ടി പോകും. കാരണം കഴിഞ്ഞ ദിവസം ഞാനൊരു ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റിയതിന് ശേഷം കാലൊന്നും വയ്യാതിരിക്കുന്നതുകൊണ്ട് ഞാൻ വണ്ടി ഇവിടെ ഇട്ടിട്ട് നടക്കുകയാണ്. അതാണ് എനിക്ക് ഇച്ചിരി കൂടെ ബെറ്റർ എന്ന് തോന്നുന്നത്. ഇതാണ് വഴി. അതുപോലെ തന്നെ നല്ല കാഴ്ചകളൊക്കെ കാണണമെങ്കിൽ ഇതുണ്ടോ, ടോപ്പിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രമാത്രം ഭംഗിയാണ്. നല്ല വെയിലൊക്കെ ഉണ്ടെങ്കിൽ നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ നമുക്ക് മുമ്പോട്ട് നടക്കാം. ഈ ഇടുക്കി ജില്ലയെ സംബന്ധിച്ച് ഇതുപോലെ ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് ഇനിയും ആസ്വദിക്കാനുണ്ട്. ഞാനൊരു ഇടുക്കിക്കാരനാണെങ്കിൽ പോലും ഇവിടുത്തെ ഭൂരിഭാഗം സ്ഥലങ്ങളിലൊന്നും പോയി തീർന്നിട്ടില്ല. ഇതുപോലെ നമ്മൾ ഓരോ സമയത്തിങ്ങനെ പോകുന്നേ ഉള്ളൂ. എന്താ ഭംഗിയല്ലേ ഒരു പ്രകൃതിയുടെ ഭംഗി. വളരെ ശ്രദ്ധിച്ചാണ് ഞാനിതിൽ പോകുന്നത്, കാരണം സ്ലിപ്പാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇപ്പോൾ ഒരു പുൽമേടുകളൊക്കെ നിറഞ്ഞ ഈ വഴിക്കിടെയാണ് ഇന്ന് പോകേണ്ടത്. പക്ഷേ ഈ പച്ചപ്പൊക്കെ കാണുമ്പോൾ തന്നെ വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട്.
രാവിലെ ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂടൽമഞ്ഞ് തന്നെയായിരുന്നു. അതിപ്പോൾ ഇവിടെ കാണാനുണ്ട്. എന്നാൽ വഴിയൊക്കെ കാരണം അടുത്തിടെയൊക്കെ ജീപ്പ് വന്ന് പോയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ പൂപ്പാറയിലൊക്കെ വന്നിട്ട് ജീപ്പുകാരോടൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ കൊണ്ടുവരും. അല്ലെ മൂന്നാർ ഒക്കെ വരുന്ന സമയത്ത് ട്രക്കിംഗ് ജീപ്പുകാരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവരിവിടെ കൊണ്ടുവരും. നിങ്ങൾക്കത് കാണാൻ തീർച്ചയായിട്ടും ആസ്വദിക്കാം. നമ്മൾ ഡെസ്റ്റിനേഷൻ പോയിൻറ്റിനോട് ഏകദേശം അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ വഴിയുടെ ഒരു അവസ്ഥ. ഈ പഞ്ചായത്ത് റോഡ് ഉള്ളത് തന്നെ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് എത്താൻ വളരെ ഉപകാരമാണ്. അപ്പോൾ ഇവിടെ ടൂറിസ്റ്റുകളൊക്കെ ഇപ്പോൾ വരവ് തീർന്നു കുറയും. നേരത്തെയൊക്കെ നല്ല ആളുകളുണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ ഇതൊരു ഹിഡൻ പ്ലേസായിട്ട് തന്നെ നിൽക്കുകയാണ്. ഇപ്പോൾ ഇവിടെ കൺസ്ട്രക്ഷൻസൊക്കെ ചെറിയ രീതിയിൽ നടന്നു എന്നായിരുന്നു. അപ്പോൾ നിർത്തി വെച്ചിരിക്കുന്നതായിട്ട് കാണാം. എവിടെയായിരുന്നു ടെൻ്റൊക്കെ പ്രൊവൈഡ് ചെയ്തിരുന്ന സ്ഥലം. ഇപ്പോൾ ഇവിടെ നിന്ന് ആൾ അധികം വരുന്നില്ല എന്ന് തോന്നുന്നു. ഇപ്പോൾ ഉണ്ടോ, നല്ല രസമുണ്ടല്ലേ. ഇതാണ് ആ പശ്ചിമ നിരകളൊക്കെ. അതേണ്ട മൂടൽമഞ്ഞ് കയറി നിൽക്കുന്നതാണ് ചക്രമുടി. കുറച്ചുകൂടെ മുകളിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് മലയുടെ എൻ്റെ എത്തിയിട്ടില്ല. അപ്പോൾ എൻ്റെ എത്തുമ്പോഴേക്കും കുറേ കൂടെ നമുക്ക് ദൃശ്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. ഇപ്പോൾ വെയിലൊക്കെ അത്യാവശ്യം വന്നു തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഒരു പോസിറ്റീവ് റെസ്പോൺസ് കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതുപോലുള്ള ഏറെ ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഉരുളക്കല്ലുകളും അതുപോലെ തന്നെ അതുകൊണ്ടോ വഴി എത്ര മോശം കൊണ്ട് ഇത്രയും ഇതിലൊക്കെയാണ് നല്ല ഓഫ് റോഡ് സവാരി നടത്തിയൊക്കെയാണ് നമ്മൾ മുള്ളന്തണ്ട് മലകളുടെ മുകളിലേക്ക് എത്തുക. കണ്ടോ, ഈ മലകളുടെ മുകളിലേക്ക് എത്തുമ്പോഴത്തേക്കും കിട്ടുന്നൊരു സുഖം വല്ലാത്തൊരു സുഖമാണ്. കാരണം വളരെ എക്സ്പീരിയൻസ് ഉള്ള ഡ്രൈവേഴ്സാണ് ഇതിൽ വണ്ടി ഓടിക്കാവുള്ളൂ. ഒന്ന് ബൈക്ക് മുകളിൽ ചെല്ലും, 2 4 വീലർ ജീപ്പുകൾ മുകളിൽ ചെല്ലും. അപ്പം വളരെ എക്സ്പീരിയൻസ് ഉള്ളവർ മാത്രം ഇതിലെ വഴി ചൂസ് ചെയ്തെടുക്കുക. ഇല്ലാത്ത പക്ഷം അപകടം വിളിച്ചു വരുത്തും. അതിൽ ടോപ്പിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലുള്ള ഒരു വിഷ്വൽസും അതുപോലെ തന്നെ ആ ഒരു പ്രകൃതി ഭംഗിയൊക്കെ ഭയങ്കരമാണ്. അപ്പോൾ ഈ ഒരു മുള്ളന്തണ്ടിൻ്റെ ഒരു ഭംഗി ആസ്വദിക്കാൻ എല്ലാവരെയും, ഈ കാണുന്ന എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യുന്നു. വരിക മൂന്നാർ വരുമ്പോൾ. ഈ ചെടിയൊന്നും എന്താണെന്ന് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. പക്ഷേ പ്രകൃതി എത്ര മനോഹരമാണ്, എത്ര സൗന്ദര്യമാണെന്നൊക്കെ ഇതൊക്കെ കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ നമ്മൾ അപ്പുറത്തെ മലയിൽ നിന്ന് നോക്കിയപ്പോൾ കണ്ട പോലെ തന്നെ ഇപ്പുറത്തെ മല വന്ന് കഴിഞ്ഞപ്പോൾ ഈ വഴിയാണ് കയറുന്നത്. കയറ്റമുണ്ട് നല്ല രീതിയിൽ മടുത്തു. ഇങ്ങോട്ട് വരുമ്പോഴൊക്കെ ആവശ്യത്തിലധികം കുടിക്കാനൊക്കെ ആയിട്ട് വെള്ളം കൊണ്ടുവരിക, അതുപോലെ തന്നെ സ്നാക്സുകളൊക്കെ കൊണ്ടുവരിക. പിന്നെ പ്ലാസ്റ്റിക് കാര്യങ്ങളൊന്നും ഇവിടെ വലിച്ചെറിയാതിരിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് വേണം വരാൻ. നമ്മളിപ്പോൾ ഇതാ ഇങ്ങനെ കയറി വന്നപ്പോൾ 2 വഴിയായിട്ട് പിരിയുന്നുണ്ട്. അപ്പോൾ ഇത് ഏത് വഴികളിലും പോകാം. നമുക്ക് ഇപ്പുറത്തെ വഴിയെ പോകാം, എന്നിട്ട് അപ്പുറത്തെ വഴി ഇറങ്ങി വരാം. ഇവിടെയാണ് ആ ജീപ്പ് കൊക്കയിലേക്ക് മറഞ്ഞത്. കണ്ടോ, എന്തോ ഭാഗ്യം അവിടെയൊക്കെ ഇടിച്ച് നിന്നു. ഇല്ലാന്നുകൊണ്ട് അങ്ങ് പോയേനെ. അപ്പോൾ നമുക്ക് മുമ്പോട്ട് തന്നെ പോകാം. നല്ല ചെങ്കുത്തായ കയറ്റത്തിലേക്ക് ഇപ്പോൾ കയറി. ഇത് കണ്ടോ, രക്ഷയില്ല. അപ്പോൾ എൻ്റെ പിന്നീട് നോക്കിയാൽ അറിയാം നിങ്ങൾക്ക് എന്തോരം കയറ്റം കയറി വരുന്നുണ്ടെന്നുള്ളത്. തീർച്ചയായിട്ടും നമ്മുടെ ഫ്രണ്ട്സുകളൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഈ മലയിൽ ഉറപ്പായിട്ട് ഞാൻ കൊണ്ട് കയറ്റിക്കും. അതാണ് അത്യാവശ്യം. കാരണം എല്ലാവരും നമുക്കറിയാവുന്ന നമ്മുടെ ഇപ്പോൾ ഞാൻ വീണേനെ നമുക്കറിയാവുന്ന സ്പോട്ടുകളൊക്കെ നമ്മുടെ അടുത്തുള്ളവർ കൊണ്ട് പരിചയപ്പെടുത്തണം. എങ്കിലേ കൂടുതൽ ആളുകളേക്ക് ഇങ്ങോട്ട് ആകർഷിക്കാൻ പറ്റുള്ളൂ. ടൂറിസം മേഖലയെ പോഷിപ്പിക്കുക എന്നുള്ളതല്ല, നമ്മുടെ ആസ്വദിക്കുക, മാക്സിമം സ്ഥലങ്ങൾ കവർ ചെയ്യാൻ സാധിക്കുക. ഇതൊക്കെ ആസ്വദിക്കാതെ നമ്മൾ എന്ത് ജീവിതം അല്ലേ. ഇപ്പോൾ വളരെ ശ്രദ്ധിച്ച് ഇവിടെ സ്ലിപ്പാവുന്നുണ്ട് നല്ല രീതിയിൽ. അതവിടെ ഒരു ഷെഡൊക്കെ കാണാം, എന്താണെന്ന് അറിയില്ല, നോക്കാം. വളരെ സ്ട്രഗിൾ ചെയ്താണ് കയറി പോകാൻ പറ്റുന്നത്. കേട്ടോ, ഇതിലൊക്കെ ജീപ്പ് കൊണ്ടെന്ന് പറഞ്ഞാൽ സമ്മതിക്കണം കേട്ടോ. പാറക്കൂട്ടകളും ഇത്രയും വലിയ ഈ കല്ലിനെ കിടക്കോടെയാണ് വണ്ടികളൊക്കെ കൊണ്ടുവരേണ്ടത്. കണ്ടോ, ഓരോ കല്ലിൻ്റെ സൈസ് കണ്ടോ. അപ്പോൾ തീർച്ചയായിട്ടും 1 കിലോമീറ്ററേ ഉള്ളൂ നമുക്ക് ആ വണ്ടി മാക്സിമം സേഫായിട്ട് എത്തുന്നോടം
വന്നിട്ട് നടന്നു പോന്നാലും മതിയാവും. ഇപ്പം ഞാൻ വന്നതുപോലെ വണ്ടി അവിടെ ഒതുക്കിയിട്ട്. അപ്പോൾ സമയമുണ്ടെന്നുണ്ടെങ്കിൽ വളരെ മനോഹരമായൊരു എക്സ്പീരിയൻസ് ആയിരിക്കും നമ്മൾ സുഹൃത്തുക്കളോടൊക്കെ സംസാരിച്ച് വരാൻ. അപ്പോൾ കയറി വന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഒരു പള്ളിയാണെന്ന് തോന്നുന്നു, കുരിശൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ നമ്മളിതാ ഇതിൻ്റെ പീക്കിലേക്ക് എത്തിയിരിക്കുകയാണ്. ഓ, ഒരു രക്ഷയില്ലാട്ടോ, എന്ത് ടോപ്പ്. മൂടൽമഞ്ഞൊക്കെ കാണാം. എന്താ അങ്ങനെ മുള്ളൻതണ്ട് മലയുടെ ടോപ്പ് എത്തി. അങ്ങനെ മലയുടെ ടോപ്പിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. തന്നെ ഉള്ളത് ഒരു പോരായ്മയായിട്ട് തോന്നുന്നുണ്ട്. പക്ഷെ എന്നാൽ തന്നെ ഇതൊക്കെ ഒന്ന് തന്നെ ആസ്വദിക്കുക എന്നുള്ളതാണ് മറ്റൊരു സുഖം. അപ്പോൾ ചുറ്റും കാണിച്ചാൽ 360 ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്യാൻ. കണ്ടോ ഇത്ര ഭംഗിയാണെന്ന് നോക്കി. അപ്പോൾ ഒരു രക്ഷയില്ല കേട്ടോ. നമുക്കിനിയിപ്പോൾ ഇതിലേക്ക് ഒന്ന് ചുറ്റി നടന്ന് കാണാം. ഇതൊരു പള്ളിയുടെ കുരിശുമലയാണെന്ന് തോന്നുന്നത്. കുരിശുമലയാണ്, അതാണ് ചാപ്പലിൻ്റെ ഒരു ഇതിലുണ്ടാക്കിയേക്കുന്നത്. ഒരുപാടൊരു കുരിശും കാണാം. അപ്പോൾ ഇവിടെ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ രാജകുമാരി ടൗൺ, കുരുള സിറ്റി, മുരിക്കുംതൊട്ടി, ഇങ്ങനെയുള്ള പല സ്ഥലങ്ങളും കാണാൻ സാധിക്കും. ഏകദേശം അത്യാവശ്യം വെട്ടമൊക്കെ വന്നിട്ടുണ്ട്. ഇതുകൊണ്ട് എന്നാലും മൂടലാണ്, ക്ലൗഡി ആയിട്ടുള്ള ഒരു സീനറി നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. ക്ലൗഡിയാണ്. ഇപ്പം എത്ര ഭംഗിയാണ് അതിൻ്റെ പുൽപ്പറപ്പുകളൊക്കെ കാണാൻ. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ഭംഗി ഇവിടെ നിലനിർത്തിയേക്കുന്ന മനുഷ്യൻ്റെ അധികം വരവില്ലാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു. കാരണം വെറൈറ്റി ആയിട്ടുള്ള എന്തോരം കാര്യങ്ങളാണ്. ഈ പൂവൊക്കെ എന്താണെന്ന് പോലും അറിയത്തില്ല, പക്ഷേ നല്ല ഭംഗിയുണ്ട് കാണാൻ. അതുപോലെ ഇഷ്ടംപോലെ പുൽച്ചാടികൾ, ഇതൊക്കെ ഇതിലെ ചാടിക്കളിക്കുന്നത് കാണാം. എങ്ങും നോക്കിയാൽ അതാ ഒരു മഞ്ഞ ചിത്രശലഭം നമ്മുടെ അടുത്ത് നിന്ന് പോയി. അതുപോലെ തേൻ നുകരാനൊക്കെ എന്ത് ശലഭങ്ങളാണ് ഇവിടെ. അതാ കാണാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ഇതിലേക്ക് പോകുന്നു. ഈ ഒരു ചെടി എന്താ പുല്ലെന്താണെന്നറിയില്ല, പക്ഷെ നേരത്തെ നമ്മളൊക്കെ കൂട്ടുകാരുടെയൊക്കെ ദേഹത്തേക്ക് എറിഞ്ഞു പിടിപ്പിക്കാനൊക്കെ ഇതിൻ്റെ മൂത്ത് വരുന്നേ ഉള്ളൂ, നമ്മൾ എടുത്ത് എറിയുമായിരുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് നൊസ്റ്റാൾജി ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ മനസ്സിലേക്ക് വരുന്നുണ്ട്. നമ്മൾ സ്കൂൾ കാലഘട്ടത്തിലൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ഇതല്ലേ രസം. അതുപോലെ കുന്തോന്നൊക്കെ പറയാമായിരുന്നു പണ്ട്. ഇതുണ്ടോ ഈ ചെടി, അതായത് നമ്മുടെ പോതാന്ന് പറഞ്ഞില്ലേ ഞാൻ, അപ്പോൾ അതിൻ്റെ ഒരു കമ്പാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഒടിച്ചെടുത്തിട്ട് കുന്തം വിടുക എന്നൊക്കെ പറയുന്ന പോലെ അപ്പോൾ ആ ചെടി ഒടിച്ചെടുത്തിട്ട് നമ്മൾ നിലത്തോട്ട് വെച്ചിട്ട് അങ്ങ് നന്നായിട്ട് തിരിച്ചു വിടും. അപ്പോൾ പോകുന്നത്ര ദൂരം, ആ ദൂരം കൂടുതൽ കവർ ചെയ്യുന്ന ആൾ വിജയി. അങ്ങനെയൊക്കെ സ്കൂളുകളിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ തിരിച്ചു വരുന്ന സമയത്തൊക്കെ ഇങ്ങനെ കളിക്കാനൊക്കെ ആയിട്ട്, അപ്പോൾ അതൊക്കെ ഇപ്പോഴത്തേക്കും നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നു. അതിൻ്റെ ഭംഗിയുണ്ടോ. ഈ പുൽപ്പരയിലൊക്കെ കിടക്കാൻ പറ്റിയെന്നുള്ളൊരു ഭാഗ്യം ഉണ്ടായെന്നുള്ളതാണ്. 90s സംബന്ധിച്ച് അതൊക്കെ തന്നെ ഒരു വലിയൊരു ഭാഗ്യം തന്നെയാണ്. എല്ലായിടത്തും നല്ല അതിൻ്റെ ഓരോ പുല്ലുകളാണെങ്കിലും ചെടികളാണെങ്കിലും അതിൻ്റേതായ ഒരു ഭംഗി ശരിക്കും നമ്മളെ ഇവിടെ കാണിച്ചു തരുന്നുണ്ട്. ഇതുണ്ടോ മറ്റൊരു ചെടിയാണ്, നല്ല രസമുണ്ടല്ലേ. ഇതുപോലെ ഒരുപാട് ഐറ്റങ്ങൾ നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള ഐറ്റങ്ങൾ ഇതുപോലെയുള്ള മലകളിലേക്ക് കയറുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇതുപോലെ ജീപ്പൊക്കെ ഇവിടെ വന്ന് ഈ ടോപ്പിൽ ഒന്ന് നിർത്തിയിടുന്ന ഒരു ഏരിയ ആണിത്. ഇതാ വീണ്ടും നമുക്ക് കാണാം ചൊക്രനെ മൂടി നിൽക്കുന്ന ആ ഒരു മേഘങ്ങൾ. ആ ഒരു ലൈൻ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. പശ്ചിമഘട്ടത്തിൻ്റെ തുടർച്ചയായിട്ടുള്ള ഭാഗങ്ങളാണ്. അങ്ങനെ പോയി അത് മൂന്നാറിന് ഇതിനപ്പുറത്താണ്. മൂന്നാർ കഴിഞ്ഞ് ഇങ്ങ് വരുന്നവരും നമുക്കറിയാം ടോപ്പ് സ്റ്റേഷനിലേക്കൊക്കെ പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മുടെ അങ്ങോട്ട് പോകുന്ന സമയത്ത് വലതുവശത്ത് ഒരു വലിയ മലനിരകൾ ഇങ്ങനെ പശ്ചിമഘട്ടത്തിൻ്റെ ആ മലനിരകളാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ക്യാമ്പ് ഫയറൊക്കെ നടന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇവിടെ കല്ലൊക്കെ കൂട്ടി
വെച്ചേക്കുന്നു. അതെ ക്യാമ്പ് ഫയർ നടന്നാണ് ഇവിടെ തീയൊക്കെ ഇട്ട്. ഇത് കണ്ടോ, ഇവിടെ വന്ന സഞ്ചാരികൾ ഇവിടെ അടുത്തിടെ വന്നിട്ടുണ്ടായിരുന്നു തോന്നുന്നു. ഇവിടെ അപ്പോൾ ടെൻ്റ് അടിച്ച് ഇവിടെ താമസിച്ചായിട്ട് അതിൻ്റെ ഒരു അടയാളങ്ങളൊക്കെ കാണുന്നുണ്ട്. എന്നാൽ എന്നിരുന്നാൽ അവരിവിടെ ഉണ്ടായിരുന്നെങ്കിൽ തന്നെ ഇതേണ്ട നല്ല നീറ്റായിട്ടൊക്കെയാണ് ഇട്ടിരിക്കുന്നത്. നമുക്ക് കുറച്ചുകൂടെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ അതിൻ്റെ പീക്ക് കംപ്ലീറ്റ് ആവുകയാണ്. ഈ ഒരു ദൃശ്യഭംഗി ഇന്ന് ആസ്വദിക്കാൻ. പിന്നെ അതേ മറ്റൊരു സാധനം കാണിച്ചുതരാം. ഇതിനെ പറയുന്നതാണ് ചിറ്റിമ്പ്. ഞങ്ങളിവിടെ ചിറ്റിമ്പ് എന്നാണ് പറയുന്നത്. ഇത് ചൂലൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ഏപ്രിൽ മാസമൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഇത് തന്നെ പഴങ്ങളൊക്കെ ഇതുണ്ടോ, ഈ കൊടപ്പൻ ഉണ്ടോ, ഇതിപ്പോൾ തീർന്നു പോയതാണ്. ഇപ്പോൾ നവംബർ മാസം തീരാറായതേ ഉള്ളൂ. ഇനി ഇത് വീണ്ടും ഉണ്ടാകും. ഒരു മാർച്ചൊക്കെ ആകുമ്പോഴത്തേനും, ഏപ്രിൽ മെയ് മാസങ്ങളാകുമ്പോഴത്തേക്കും ഇങ്ങനെ നിറയെ കായകളുണ്ടാകും. അത് പഴുക്കും. അത് കഴിക്കാനൊക്കെ നല്ല രുചിയാണ്. ഈന്തപ്പഴം കഴിക്കുന്ന ഒരു ചെറിയ ടേസ്റ്റ് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഞങ്ങൾ ചെറുപ്പത്തിലൊക്കെ ഇതിൻ്റെ ഈ മാങ്ങ ഇതുണ്ടോ, അത് കിളച്ച് മറച്ച് എടുക്കും. എന്നിട്ടത് വെട്ടിപ്പൊട്ടിക്കുമ്പോൾ ഒരു തേങ്ങ അതിനകത്ത് ഉണ്ട്. അത് കഴിക്കാനും നല്ല മധുരമാണ്, ടേസ്റ്റുമാണ്. അതൊക്കെ ഇവിടെ വന്നപ്പോൾ ഈ മല കയറിയപ്പോൾ കാണാൻ സാധിച്ചു. അതുതന്നെ വലിയൊരു കാര്യം. ഇനി ഇവിടെ നിന്ന് ഫോട്ടോ പോയിന്റിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു പാറയുണ്ട്. അവിടെ പോയി നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാം. അതേ കല്ലിൽ കാരണം സൂക്ഷിച്ചൊക്കെ വരുന്നവർ നിൽക്കണം. വീണ്ടും ഒരു പ്രകൃതിയുടെ ഭംഗി ആസ്വദിക്കാൻ നമുക്ക് ഉതകുന്ന രീതിയിൽ പ്രകൃതി ഒരുക്കി വെച്ചിരിക്കുന്ന മറ്റൊരു വിസ്മയമാണ് ഈ കാണുന്നത് കേട്ടോ. അത് തൊട്ടു മുമ്പ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഓരോ ചെടികളും അതിൻ്റേതായ ഭംഗി ശരിക്കും നമുക്കായിട്ട് തന്നിട്ടുണ്ട്, കാണിക്കുന്നുണ്ട്. ഉണ്ട് ഇവിടെ തേനീച്ച വന്ന് തേൻ നുകരുന്നതും എല്ലാം ഇതിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ മലയുടെ മുകളിൽ നിന്നും താഴത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന നെൽപ്പാടങ്ങൾ, അതുപോലെ തന്നെ രാജകുമാരി, കുരുവിള സിറ്റി, ഇങ്ങനെയുള്ള മുരുക്കുംതൊട്ടി, ഇങ്ങനെയുള്ള ടൗണിൻ്റെയൊക്കെ ഒരു ദൃശ്യഭംഗി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ ഒരു ഫോട്ടോ പോയിൻ്റ് കൂടിയുണ്ട്. ഇതാ കാണുന്ന പാറയിൽ കയറി നമുക്ക് ഫോട്ടോസ് കാര്യങ്ങൾ എടുക്കാം. അതോടൊപ്പം ഈ കാണുന്ന പ്രകൃതി അതിൻ്റെ മാക്സിമം കാഴ്ചകൾ നമുക്ക് ഒരുക്കി തന്നിട്ടുണ്ട്. അതായത് അതിന് ഉദാഹരണമാണ് ഈ കാണുന്നത്. ഈ ചെടികളിലൊക്കെ ഇതെന്താണെന്ന് പോലും അറിയില്ല, പക്ഷേ ഇതിൻ്റെ പൂത്ത് നിൽക്കുന്നത് കണ്ടോ, തേനീച്ച വന്ന് തേൻ നുകരുന്നു. അതുപോലെ തന്നെ പണ്ട് നമ്മൾ വീടുകളൊക്കെ മേയാനെടുത്തിരുന്ന പുല്ല്, അതിൻ്റെ കുന്തമെന്നൊക്കെ പറയുന്ന ഞങ്ങളുടെ ചെറുപ്പത്തിൽ, ഇതൊക്കെ വെച്ച് നമ്മൾ ഒരുപാട് ചെറിയ കുട്ടി വീടുകളൊക്കെ നമ്മൾ ഉണ്ടാക്കുമായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എക്സ്പെരിമെൻറ്റിനൊക്കെ വേണ്ടി നമ്മൾ സ്കൂളുകളിലൊക്കെ ആർട്സിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഒടിച്ചൊടിച്ച് നമ്മൾ ഫെവിക്കോളൊക്കെ വെച്ച് ഒട്ടിച്ച് അതൊരു മരവീടുകൾ അങ്ങനെയൊക്കെ ഉണ്ടാക്കി നമ്മൾ ഷോ ചെയ്യാറുണ്ടായിരുന്നു. ഈ പുല്ലൊക്കെയാണ് നമ്മൾ പണ്ട് കാലങ്ങളിൽ വീട് മേയാനൊക്കെ ആയിട്ട് ഉപയോഗിച്ചിരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പുൽവീടുകൾക്കായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതൊക്കെ ഇവിടെ ഒന്ന് കാണാൻ സാധിച്ചു. ഇതൊക്കെ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു മലയുടെ മുകളിൽ വന്നപ്പോൾ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് അതായത് ആ ഫോട്ടോ പോയിന്റിൽ കൂടെ പോവാം, അവിടെ ഒന്ന് കണ്ടുവരാം നമുക്ക്. എന്താ അല്ലേ പ്രകൃതി നമുക്കായിട്ട് ഒരുക്കി വെച്ചിരിക്കുന്ന ഈ ഒരു സ്വർഗം കാണാൻ പറ്റിയത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ഭാഗ്യമെന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് ഇതിലേക്ക് ഒന്ന് വലിഞ്ഞ് കയറാം. എന്തായാലും ഒന്ന് കയറി നോക്കാം. അപ്പോൾ ഇതിലെ ആൾക്കാരൊക്കെ വന്ന് കയറി ഫോട്ടോ എടുക്കുന്നതിൻ്റെ സകല ലക്ഷണങ്ങളും കാണുന്നുണ്ട്. ഓക്കെ, വളരെ മനോഹരമാണ്. ഇവിടെ ഒന്നും വൃത്തികേടാക്കാതിരുന്നാൽ മാത്രം മതി. അപ്പോൾ നമ്മളിതിൽ വലിഞ്ഞ് കയറി, ഇതിനൊക്കെ വലിഞ്ഞ് കയറി. ഇപ്പോൾ വേണ്ട കാണാനോ, ഏറ്റവും പീക്കിലെത്തിയ ഒരു വിസ്മയം തന്നെയാണ് ഈ കാണുന്നത്. എൻ്റെ പിന്നിലോട്ട് നോക്കിയോളൂ. അപ്പോൾ ഈ മുള്ളന്തണ്ട് മലയിലെ ഈ മനോഹരമായ കാഴ്ചകൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ ഈ വ്ലോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനിയും ദൃശ്യഭംഗിയുള്ള ഒരുപാട് വീഡിയോകളിലേക്ക് നമുക്ക് ഒരുപാട് മലകളിലേക്കും വെള്ളച്ചാട്ടങ്ങളിലേക്കും നമുക്ക് പോകാനുണ്ട്. അപ്പോൾ നമുക്ക് തൽക്കാലം ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു.